ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്, at least 11 ISIS militants were killed and 3 injured after unknown gunmen attacked on ISIS hideout in the Shanko area of Khambar Khelbara near Peshawar late last night. Most of those killed were foreign nationals. Sources say the area is located just a few kilometers from Peshawar's Hayatabad with Pakistani military posts nearby. 11 ISIS militants killed in the Khambar Khel area of Bara, Khyber Pakhtunkhwa were affiliated with ISIS commander Hafiz Zubair Mohammed. According to the sources, the slain individuals were nationals of different countries and were on their way to Hafiz Zubair Mohiddin's base in the Tira region of Khyber when they came under attack by unidentified gunmen at late night and were killed. ഇതാണ് റിപ്പോർട്ട്. കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ഒരു ഓപ്പറേഷൻ നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പെഷാവാറിനടുത്തുള്ള ബാറയിലെ ഖംബർ ഖേലിലെ ഷാങ്കോ പ്രദേശത്തുള്ള ഐസിസ് ഒളിത്താവളങ്ങളിലാണ് ഈ ഓപ്പറേഷൻ നടന്നത്. ഈ ഓപ്പറേഷൻ നടത്തിയത് ആരാണ്? ഈ ഓപ്പറേഷൻ നടത്തിയത് അജ്ഞാതരാണ്. അജ്ഞാതരായിട്ടുള്ള തോക്കുധാരികൾ 11 ഐസിസ് ഭീകരവാദികളെ പാകിസ്ഥാനിൽ കൊലപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻകാരല്ല, വിദേശത്തു നിന്ന് ഐസിസ് റിക്രൂട്ട് ചെയ്ത പൗരന്മാരായിരുന്നു എന്നുള്ളതാണ്. പെഷാവാറിലെ ഹയാത്താബാദിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാന്റെ പോസ്റ്റുകൾ തൊട്ടടുത്തുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട്. ഇനി ഈ ഓപ്പറേഷൻ നടത്തിയ ആൾക്കാർ ആരെയാണ് അവിടെ ടാർഗറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാഫിസ് സുബൈർ മൊഹിദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഇയാൾ ഐസിസിന്റെ കമാൻഡറാണ്. അയാൾ ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറം പാകിസ്ഥാനിൽ ഇപ്പോഴുണ്ട്. നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് കൂടിപ്പോയ ജെയ്ഷെ മുഹമ്മദ്, അല്ലെങ്കിൽ ലഷ്കർ ഇ ത്വയ്ബ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സംഘടന, അൽ ഖ്വയ്ദയുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ചില സംഘടനകൾ. പക്ഷെ ഐസിസിന്റെ ഒരു സാന്നിധ്യം പാകിസ്ഥാനിൽ എത്തുന്ന അതേ സമയം തന്നെ പാകിസ്ഥാനിൽ ഇത് കണ്ടെത്തി ഒരു വമ്പൻ അറ്റാക്ക് ഉണ്ടാവുന്നു. പോരാത്തതിന് ഈ കമാൻഡറായിട്ടുള്ള ഹാഫിസ് സുബൈർ മൊഹീദ്, അയാളെ കാണാൻ വന്ന ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നു. ഇയാളായിരുന്നു അൺനോൺമെന്റ് ടാർഗറ്റ്. വിവിധ രാജ്യങ്ങളിലെ പൗരന്മാരാണ് കൊല്ലപ്പെട്ടതെന്നും ഖൈബറിലെ തിറ മേഖലയിലെ ഹാഫിസ് സുബൈർ മൊഹീദിന്റെ താവളത്തിലേക്ക് ഇവർ പോകുകയായിരുന്നു. അപ്പോഴാണ് ഇവരെല്ലാം വെടിവെച്ചു കൊന്നത്. ഇയാൾ ആ താവളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അനുമാനിക്കുന്നത്. ഇതിന്റെ ഫോളോ അപ്സ് വരണം. ഇനി ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. സംഭവത്തിന് ശേഷം ഈ 11 ഈ ഐസിസ് ഭീകരവാദികളുടെ മൃതദേഹം എവിടെയാണെന്നുള്ള ചോദ്യമുണ്ട്. നമുക്കിപ്പോൾ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ തെളിവ് വേണമല്ലോ. കാരണം ഒന്നുകിൽ മൃതദേഹം കിട്ടണം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കിട്ടണം. നമുക്കറിയാം, ചാന്ദ് മൽഹോത്ര എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ ഒരു പട്ടാളക്കാരൻ പാകിസ്ഥാൻ അകത്ത് കയറി സ്വന്തം കൂടെയുള്ള കൊളീഗിനെ കൊന്നപ്പോൾ പാകിസ്ഥാൻ അകത്ത് ആരും അറിയാതെ കയറി അതിർത്തിക്കപ്പുറം കടന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു തള്ളിയിട്ട് അകത്തേക്ക് വന്ന ആ സാഹചര്യത്തിൽ നമ്മുടെ പട്ടാളക്കാരെ ചോദിച്ചു എവിടെ പോയതാണ്. അപ്പൊ ഞാൻ ഇന്ന സംഭവത്തിന് പോയതാണ്. അപ്പൊ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ചാന്ദ് മൽഹോത്ര ഈ തൂക്കിയിരിക്കുന്ന ബാഗ് തുറന്നിട്ട്, ആ ബാഗ് ഇങ്ങനെ തുറന്നിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്ത് തട്ടി, അതായത് ഇയാള് കൊന്ന് ആൾക്കാരുടെ ചെവി ഇയാൾ മുറിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ചെവി എന്ന് പറഞ്ഞ ഒരു ലോഡ് ചെവിയുണ്ട്, അതിങ്ങനെ തട്ടിയപ്പോൾ ഇവര്, അതുപോലെ തെളിവ് എന്ന് പറഞ്ഞ ഒരു സാധനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഐസിസ് ഈ 11 പേരുടെ മൃതദേഹം കാണാനില്ല. അതിപ്പോ ഇനി അജ്ഞാതനാണോ മാറ്റിയത്, അല്ലെങ്കിൽ ഐസിസിന്റെ ഈ കമാൻഡറാണോ ഇതെടുത്ത് മാറ്റിയത് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഈ ഓപ്പറേഷൻ ആരാണ് നടത്തിയത്? ഇന്ത്യക്ക് ഇതിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടോ? കാരണം ഐസിസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറത്ത് വേരുറപ്പിക്കും എന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പോരാത്തതിന് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പാകിസ്ഥാനെ നിരന്തരമായിട്ട് നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിന് നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ്. എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ? ഒരിക്കലും ഈ മൃതദേഹം പുറത്തു വരാനുള്ള സാധ്യതയില്ല. കാരണം ഈ കൊല്ലപ്പെട്ടത് വിദേശികളായിട്ടുള്ള ഭീകരന്മാരാണ്. കാരണം അത്തരത്തിൽ വിദേശികളായ ഭീകരന്മാർ പാകിസ്ഥാന്റെ മണ്ണിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്തർദേശീയ തലത്തിൽ പാകിസ്ഥാന്റെ മുഖം കൂടുതൽ വികൃതമാകും. ഇപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് ഗ്രേ ലിസ്റ്റിലേക്ക് എത്തിയതേ ഉള്ളൂ പാകിസ്ഥാൻ. കാരണം അവർ പല രാജ്യങ്ങളുടെ ഫണ്ടും UN-ന്റെ ഒക്കെ ഫണ്ട് മേടിച്ച് മുമ്പോട്ട് പോകുന്ന രാജ്യമാണ്. അപ്പോൾ ഇന്റർനാഷണൽ തലത്തിൽ, അതായത് വിദേശ ഭീകരര് ഒരു രാജ്യത്ത് തമ്പടിക്കുന്നു ഇല്ലേ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു രാജ്യത്തിനും അത് അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാൻ അത് അംഗീകരിച്ച തീർന്നു അവിടെ കൊണ്ട്. കാരണം അമേരിക്ക ഈ ലോകത്ത് നോട്ടമിടുന്ന ISIS ഭീകരരെയാണ്. കാരണം അവർ സിറിയയിലും മറ്റും ആക്രമണം നടത്തുന്നതായാലും ഇറാഖിൽ ആക്രമണം നടത്തുന്നതായാലും ISIS കേന്ദ്രങ്ങളിൽ മാത്രമാണ്. അങ്ങനെയുള്ളിടത്താണ് ഇവിടെ ഈ പാകിസ്ഥാനിൽ അങ്ങനെ ഒരു ഭീകരന്മാർ, അതും വിദേശികളായ ഭീകരന്മാർ കൊല്ലപ്പെടുന്നു എന്നുള്ളത് ഒരിക്കലും പാകിസ്ഥാൻ പുറത്തുവിടാൻ കഴിയുന്ന ഒന്നല്ല.
ഇനി രണ്ടാമത്തെ കാര്യം, അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണം ഏറ്റെടുത്ത സമയത്ത് തന്നെ അവിടെ ISISക്കെതിരെ തന്നെ താലിബാൻ പണി തുടങ്ങിയിരുന്നു. കാരണം താലിബാൻ അനവധി ഭീകര സംഘടന അവിടെ തന്നെ നേരിട്ട് ഒതുക്കിയിട്ടാണ് അവർ ഭരണം പിടിക്കുന്നത്. അവിടെ ISIS ഖൊറൈസൻ വിഭാഗം ISISന്റെ അതൊരു വലിയ ഒരു തലവേദന അവർക്ക് സൃഷ്ടിച്ചിരുന്നു. പിന്നീട് ആ വിഭാഗം എവിടെ പോയി എന്ന് ചോദിച്ചാൽ അവർ പാകിസ്ഥാനിലേക്ക് വന്നു. എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ ISISന് സഹായം ആവശ്യമായിരുന്നു. കാരണം താലിബാൻ ഇവരിൽ നിന്ന് അകന്നു തുടങ്ങി, തെഹ്രിക്ക് താലിബാൻ ഇവരിൽ നിന്ന് അകന്നു തുടങ്ങി. ആരെയൊക്കെയാണോ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തി തങ്ങളുടെ ഒപ്പം നിർത്താൻ ശ്രമിച്ചത് അവർ തങ്ങളുടെ ശത്രുവായപ്പോൾ അവരെ ഒതുക്കുന്നതിന് വേണ്ടി ISISനും ഹമാസിനും കൂടുതൽ ഇടങ്ങൾ ഒരുക്കി കൊടുക്കുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തത്. ഇന്ത്യയെ സംബന്ധിച്ച് ധനുഷ് ആദ്യം പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രധാന ശത്രുവായിട്ട് ലഷ്കർ തോബ, ജയ്ഷെ മുഹമ്മദും ഒക്കെയാണ് പ്രധാന ശത്രു. അത് നമ്മളെ തന്നെ ലക്ഷ്യം വെക്കുന്ന സംഘടനകൾ, ആഗോള ഭീകര സംഘടനകളാണെങ്കിൽ പോലും നമ്മളെയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്തത്. പക്ഷെ ISIS ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യയെ മാത്രമല്ല, അവർക്കെന്ന് പറഞ്ഞാൽ ഒരു സർട്ടൻ ലക്ഷ്യമല്ല. അവർക്കെന്ന് പറഞ്ഞാൽ ആഗോള തലത്തിലുള്ള ഇസ്ലാമികവൽക്കരണമാണ്. ഇന്നിപ്പോ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നാളെ അമേരിക്ക ആകാം, മറ്റൊന്ന് ഇസ്രയേൽ ആകാം. പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ ഇക്കാര്യങ്ങളിൽ ചില ധാരണകളാകുകയും ഏത് തരത്തിൽ പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു മോദിയെ വിളിച്ചതായാലും മോദി അങ്ങോട്ട് വിളിക്കുന്നതായാലും ഒക്കെ തന്നെ ഈ സമയങ്ങളിലൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നീങ്ങും എന്ന് അടിക്കടി പറയുന്നതാണ്. ഈ അടുത്ത് അത്തരത്തിലൊരു കരാറും നമ്മൾ ഒപ്പുവെച്ചിരുന്നു. കരാർ ഓൾറെഡി ഒപ്പുവെച്ചതാണ്, അത് പുതുക്കുകയായിരുന്നു ചെയ്തത്. ആ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി പാകിസ്ഥാന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഒരു ടീമാണ് ഇസ്രായേൽ. കാരണം അവരുടെ പ്രശ്നം ഹമാസ് ആണ്. ഒപ്പം തന്നെ ഈ ISISും ഉണ്ട്. ഈ അവിടെ കയറി ISISനെ തീർക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കും വലിയ താല്പര്യമുള്ളൊരു കേസാണ്, അഫ്ഗാനിസ്ഥാന് താല്പര്യമുള്ളൊരു കേസാണ്, ഇന്ത്യക്ക് താല്പര്യമുള്ളൊരു കേസാണ്. ഇപ്പൊ സ്വാഭാവികമായി തന്നെ ഇത് ഇന്ത്യയുടെ തലയ്ക്ക് വരും. കാരണം അജ്ഞാതരുടെ ശരിക്കും പറഞ്ഞത് വലിയ ഓപ്പറേഷനാണ്. അജ്ഞാതൻ ഒരാളെ കൊല്ലുക എന്നുള്ളതല്ല. 11 പേർ വിദേശ ഭീകർ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു സാധനമല്ലത്. ISIS ഭീകർ അത് നിസ്സാരമായിട്ടൊരു സാധനമല്ലത്. അതൊരു വലിയ ഓപ്പറേഷൻ എന്ന് തന്നെയാണ് ആ വാക്കിന് നമ്മൾ പറയേണ്ട ഒരു കാര്യം. അത് കൂടാതെ ഇവിടെ വലിയ കോലാഹലം നടന്നു. ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് വന്നില്ല, യാത്ര റദ്ദാക്കി, ട്രംപ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് നമ്മളുടെ അനാലിസിസ് നമ്മൾ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, ഇത് ഇപ്പോൾ നടന്ന സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഒരുപക്ഷെ വരാതിരിക്കുന്നത്. കാരണം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു ഭരണാധികാരിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇപ്പോൾ ആ വാർത്തകൾ പുറത്തു വരുന്നു. ജൂത കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഈ അൽസഫ എന്ന് പറയുന്ന ആ ഹരിയാനയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിന്റെ ഇന്ന് അതിന്റെ പ്രിൻസിപ്പൽ അറസ്റ്റ്, ഇന്ന് അതിന്റെ പ്രിൻസിപ്പൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കോളേജ് ബേസ് ചെയ്തിട്ട് ജൂതന്മാരുടെ കേന്ദ്രങ്ങൾ ഇന്ത്യയിലുള്ള അവർ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ തകർക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എത്ര കറക്റ്റ് ആയിരുന്നു അന്ന് നമ്മളൊരു ഒരു ഗസ്സിംഗ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്, ഒരു സ്പെക്കുലേഷൻ ആയിട്ടാണ് അന്ന് പറഞ്ഞതെങ്കിൽ ഇന്ന് അത് എത്ര കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളുകളായി ഈ അടുത്ത റീസെന്റ് പഹൽഗാം ഭീകരാക്രമണ സമയം തൊട്ടേ തന്നെ ഇസ്രായേൽ വളരെ കാരണം ഇതിനകത്ത് ഹമാസ്, കാരണം ഇസ്രായേലിനെ സംഭവം ഇന്ത്യയുടെ സുരക്ഷയല്ല അവരെ സംബന്ധിക്കുന്ന തലവേദന. അവരെ സംബന്ധിക്കുന്ന തലവേദന ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഹമാസിന്റെ ആ ഒരു പ്രാധാന്യം കുറയുമ്പോൾ പാകിസ്ഥാനിൽ അവർക്ക് വേണ്ട ഷെൽട്ടറുകളും അവർക്ക് വേണ്ട ആയുധങ്ങളും പണവും എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അത് അത്ര ശുഭകരമായ കാര്യമല്ല. അപ്പം അതുകൊണ്ട് അവർക്കത് ടാർഗറ്റ് ചെയ്യണം. അമേരിക്കയെ സംബന്ധിച്ച് ISIS ഭീകരർ എവിടെ വന്നാലും, അത് ഖൊറൈസൻ വിഭാഗമായാലും ISS ആയാലും ആരായാലും അത് ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അത് അവർക്കൊരു തലവേദന തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇവരുടെ ശത്രുവായി മാറുന്നത്. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് താലിബാന് എതിരാളികളാണ് ISIS. കാരണം അവരും ഈ പാകിസ്ഥാൻ വളർത്തിക്കൊണ്ട് വരുന്നത് തന്നെ താലിബാനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പോൾ ഈ അപകടം ഈ ഒരു ഓപ്പറേഷൻ നടന്നിരിക്കുന്ന സ്ഥലം ഖൈബർ പഖ്തൂൺ മേഖലയാണ്. ഖൈബർ പഖ്തൂൺ മേഖല എന്ന് പറയുന്നത് തെഹ്രിക്ക് താലിബാന്റെ വികാര രംഗമാണ്. തെഹ്രിക്ക് താലിബാൻ വളരെ നാളായിട്ട് പ്രക്ഷോഭം നടത്തുന്ന ഇല്ലെങ്കിൽ പോരാടുന്ന ഒരു ഇടമാണ്. തെഹ്രിക്ക് താലിബാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ ബ്രാഞ്ച് ആണ്, അങ്ങനെയും കൂടി ഉണ്ട്. അപ്പൊ അവരുടെ ഒരു കേന്ദ്രത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഏതായാലും ഒരുപക്ഷെ ഈ നടത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പൗരന്മാർ ഇല്ലെങ്കിൽ അവരുടെ തെഹ്രിക്ക് താലിബാന്റെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരായിരിക്കാമെന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. അത് ഏകദേശം നമുക്ക് സ്ഥിരീകരിക്കാം. ഏതായാലും ഇന്ത്യയെന്നോ ഇസ്രായേലെന്നോ അമേരിക്കന്നോ വന്നിട്ടുള്ള അത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് സ്ഥിരീകരിക്കാം. ഏതായാലും ഇങ്ങനത്തെ ഒരു ഇത് നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ അജ്ഞാതൻ ഇപ്പോഴും രഹസ്യമാതനം തുടരുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ UAE വഴിയാണ് അഫ്ഗാനിസ്ഥാൻ പൗരന്മാരെ റിക്രൂട്ട് ചെയ്ത് ഞങ്ങളുടെ നാട്ടിൽ ഈ അജ്ഞാതന്മാരെ ഇറക്കി വിടുന്നതെന്ന്. കാരണം അഫ്ഗാനിസ്ഥാൻ ഇഷ്ടംപോലെ അജ്ഞാതന്മാരെ കിട്ടും. കാരണം അവിടെ ഇതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുണ്ട്. പാകിസ്ഥാനിലൊക്കെ സ്ഫോടനം നടത്താൻ അവർക്ക് നിമിഷ നേരം പോലും വേണ്ട. അങ്ങനെയുള്ളവർ ഇന്ത്യ UAE വെച്ചിട്ടാണ്, കാരണം മുമ്പ് UAE വെച്ചിട്ടായിരുന്നു താലിബാന്റെ നയതന്ത്ര പ്രതികളുമായിട്ട് നമ്മുടെ നയതന്ത്ര പ്രതികൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ അതില്ല. ഇപ്പൊ നമ്മളിപ്പം ഡയറക്റ്റ് കാണാനും വരാനും തുടങ്ങിയിട്ടുണ്ട്. അന്ന് അത് ബാക്ക്ഡോർ
സംഭാഷണങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നേരെ പോകുന്നു, വരുന്നു, കാണുന്നു. അപ്പൊ അങ്ങനെ പറയാറുണ്ട് പാകിസ്ഥാൻ എപ്പോഴും. ഇന്ത്യ പറയുന്നതല്ല, പാകിസ്ഥാൻ അങ്ങനെ ആരോപണം ഉന്നയിക്കാറുണ്ട്. പക്ഷെ സ്വാഭാവികമായി ഇന്ത്യയുടെ തലയിൽ വരും. പക്ഷെ ഇത് ഇന്ത്യയുടെ തലയിൽ വന്നാലും ഇസ്രയേലിന്റെ തലയിൽ വന്നാലും ആരുടെ തലയിൽ വന്നാലും അഫ്ഗാനിസ്ഥാന്റെ തലയിൽ വന്നാലും വളരെ ഒരു വലിയ വാർത്ത, ഞെട്ടിക്കുന്ന വാർത്ത, ഒരു എക്സ്ക്ലൂസീവ് വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മൃതദേഹം ഒരിക്കലും കാണാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം കൊല്ലപ്പെട്ടത് വിദേശ ഭീകരരാണ്. ആ വിദേശ ഭീകരർ ഒരാളുടെയെങ്കിലും ചിത്രമോ ഡീറ്റെയിൽസോ പുറത്തു വന്നാൽ അതോടുകൂടി പാകിസ്ഥാൻ ഇപ്പൊ പിടിച്ചു നിൽക്കുന്ന അതുകൂടെ ഇല്ലാതായി പോകും. കാരണം ഒരു അഭയകേന്ദ്രം ISIS-ന് പാകിസ്ഥാൻ മണ്ണിൽ ഉണ്ട് എന്നുള്ളത് ആരും എല്ലാവരും ആരോപിക്കുന്നത്. അതിന് തെളിവടക്കം പുറത്തു വന്നുള്ള അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഇത് വരാനുള്ള സാധ്യതയില്ല. ഇനി രഹസ്യമായിട്ട് ഇപ്പൊ ഭീകരർ എന്ന് പറയുമ്പോൾ അതിനകത്ത് മലയാളികൾ വല്ലതും ഉണ്ടോ എന്നാണ് എന്റെ പേടി. കാരണം അല്ല, അതും വരാം, അങ്ങനെയും വരാം. അപ്പം ഇതിനകത്ത് ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആയാലൊക്കെ അവരുടെ പുതിയ സ്റ്റൈല്, അവര് ആക്രമണം ഈ പാകിസ്ഥാൻ സൈന്യത്തിനെ തകർക്കുന്ന വീഡിയോകൾ പിന്നീട് പുറത്തു വിടാറുണ്ട്. ഇനി അത്തരത്തിലുള്ള വീഡിയോ ചിത്രങ്ങളോ എന്തെങ്കിലും പുറത്തു വരുമോ എന്ന് അറിയത്തില്ല. ഏതായാലും അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ന്യൂസ് അപ്ഡേഷൻ ചാനലിൽ ഞങ്ങൾ അത് നൽകുന്നതുമായിരിക്കും.